الحمد لله الحمد لله وسلام على عباده الذين اصطفى. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده تعالى وأستهديه وأسترشده وأتوب إليه وأستغفره، وأعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. والصلاة والسلام الأتمان الأكملان على سيدنا محمد بعثه الله رحمة للعالمين هاديا ومبشرا ونذيرا، خاتم النبيين والمرسلين وداعيا إلى الله بإذنه سراجا وهاجا وقمرا منيرا. وأشهد أن لا إله إلا الله وحده لا شريك له، لا معبود بحق سواه، لا خالق إلا الله، لا تصح الألوهية إلا لله. هو العالم بكل شيء القادر على كل شيء، لا يخفى عليه شيء في الأرض ولا في السماء، وما من ورقة تسقط من شجرة إلا والله يعلم. أيها الإخوة المسلمون، أوصي نفسي وإياكم بتقوى الله العظيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വ മുറുകെ പിടിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന സകല പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപോത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാഥൻ്റെ തൃപ്തിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ട നോമ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആളുകൾ സാധാരണ എളുപ്പത്തിൽ പറയുന്നൊരു മറുപടി റമദാൻ എന്നായിരിക്കും. പക്ഷേ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന നിവേദന പ്രകാരം ആദ്യം ഫർളാക്കപ്പെട്ടത് മുഹറം 10 നോമ്പായിരുന്നു. പിന്നീട് റമളാൻ ഫർളായതോടുകൂടി മുഹറം 10 ഫർളിയത്ത് മാറിപ്പോയി. ഇന്ന് ആഷൂറ എന്നറിയപ്പെടുന്ന ഈ നോമ്പ് സുന്നത്താണ്, ഫർളല്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു നിവേദനം ഇങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനം: ഇന്ന ഹാദൽ യൗമ യൗമ ആഷൂറ വലം യക്തുബില്ലാഹു അലൈക്കും സിയാമഹു. ഈ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആഷൂറ ദിവസം പറയാണ്. ഈ ദിനം, ഇത് ആഷൂറ ദിനമാണ്, യൗമു ആഷൂറ. വലം യക്തുബില്ലാഹു അലൈക്കും സിയാമഹു. അള്ളാഹു നിങ്ങൾക്ക് ഈ ദിനത്തിലെ നോമ്പ് ഫർളാക്കിയിട്ടൊന്നുമില്ല. മുമ്പ് ഫർളായിരുന്നു, ഇപ്പൊ ഫർളാക്കിയിട്ടില്ല. ഫമൻ ശാഅ ഫൽയസുംഹു വമൻ ശാഅ ഫൽയുഫ്തിറു. അതുകൊണ്ട് വേണമെന്നുള്ളവർക്ക് ഈ നോമ്പ് വെക്കാം, അല്ലാത്തവർക്ക് വെക്കാതിരിക്കാം.
നോമ്പ് അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന നിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊന്നുമല്ല. ഞാൻ ഇതിന്റെ സാഹചര്യം വിവരിച്ചിട്ടുണ്ട്. ആദ്യം ഇത് ഫർളായിരുന്നു. ഇനി ഫർള് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നിർബന്ധമായും വെക്കേണ്ടുന്ന ഒരു സംഗതിയല്ല, വെക്കേണ്ടാത്തൊരു വെക്കാതിരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഫർളല്ലല്ലോ എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹറം 10 നോമ്പ് മാത്രമല്ല, മുഹറം 9 നോമ്പ്, താസുആ നോമ്പ് എന്ന് അതിന് പറയാം. ആഷൂറ, താസുആ, ആഷൂറ 9, 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറം 9 നോമ്പിനെ സംബന്ധിച്ചിട്ട് പറയുന്നു. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ റിവായത്തിൽ കാണാം. ലഇൻ ബഖീതു ഇലാ ഖാബിൽ ലഅസൂമന്ന താസിം. അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ വർഷം, റസൂൽ ജീവിച്ചിരുന്ന ലാസ്റ്റ് വർഷം, ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ആ ഒരു സന്ദർഭത്തിൽ നബി പറയാണ്, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാൻ അത്താസിയയില് 9 ഞാൻ നോമ്പ് വെക്കുന്നു. 10 ഞാൻ 9 ഞാൻ നോമ്പ് വെക്കുന്നുണ്ട്. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സിയാമി യൗമി ആഷൂറ. ഈ ആഷൂറ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആരോ ചോദിച്ചു. ആ നോമ്പിന്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ടാ ചോദ്യം. അത് ഫർളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ, സുന്നത്തായ നോമ്പാണ്. അപ്പൊ ഈ സുന്നത്തായ നോമ്പ് വെക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരാള് ഫർളാകുമ്പിന് വെച്ചേ മതിയാവും, സുന്നത്താകുമ്പോ ഇനി വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ കരുതി നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് ഈ ചോദ്യം. എന്താണ് നബി ആ നോമ്പിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യുകഫിറു സനതൽ മാളിയ. കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് ഈ നോമ്പ്. ഒരു കൊല്ലം നമ്മളിപ്പോ ഇവിടെ നിന്നങ്ങോട്ട് പിന്നോട്ട് എണ്ണിയാൽ അടുത്ത മുഹറം, കഴിഞ്ഞ മുഹറം വരെ, കഴിഞ്ഞു പോയ മുഹറം വരെയുള്ള ഒരു വർഷക്കാലം ഉണ്ടല്ലോ, ഈ ഒരു വർഷക്കാലത്തിനിടക്ക് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങള് ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളൊക്കെ പറയാറില്ലേ? അറിയാതെ ചെയ്ത പാപങ്ങളുടെ കാര്യങ്ങളാ. അറിഞ്ഞു ചെയ്തു പോയ പാപങ്ങൾ എത്ര ഉണ്ടാവും? അപ്പൊ അറിഞ്ഞാവട്ടെ അറിയാതെ ആവട്ടെ ഈ പാപങ്ങളൊക്കെ ഒന്ന് പുറത്തു കിട്ടണ്ടേ? ഇതീ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ഖുതുബ തുടങ്ങുമ്പോഴത്തേക്കും അല്ലാഹു നമ്മുടെ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടായില്ലല്ലോ. അതിന് പരിഹാരം വേണ്ടേ? പരിഹാര ക്രിയകൾ അള്ളാഹു പലതരത്തിൽ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് നേർക്ക് നേരെയുള്ള, അള്ളാഹുവിനോട് നേർക്ക് നേരെ എന്റെ പാപം പുറത്തു തരണേ എന്ന് ചോദിക്കലാണ്. മറ്റൊന്ന് ഇങ്ങനെയുള്ള ചില കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. മുഹറം 10 ഇപ്പൊ ഞായറാഴ്ച 9 ശനി 9 ഞായർ 10 അല്ലേ? ഞായറാഴ്ച മുഹറം 10 അന്നൊരു നോമ്പ് അങ്ങോട്ട് വെച്ചാൽ മതി, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ കാര്യം സലാമത്തായി. ഇപ്പൊ ചെറിയ സംഗതിയല്ല എന്നർത്ഥം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിയ്യത്തോടു കൂടി പട്ടിണി ഇരുന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ പാപം പുറത്തു കിട്ടും എന്നുള്ളതാണ്. ചെറിയ സംഗതിയല്ല എന്ന് സഹോദരങ്ങളെ. ഇത് ഈ നോമ്പിന്റെ ഒരു പ്രത്യേകത. ഈ നോമ്പ് മുഹറം മാസത്തിലാണല്ലോ ഉള്ളത്. മുഹറം എന്നുള്ളത് ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. മുഹറം 1 വന്നപ്പോഴത്തേക്കും പലരും ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ആക്കി മുഹറം 1 വന്നു, പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ അത് അറിയാതെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മാസം വന്നോ ഇല്ലയോ. ചില ആളുകളൊക്കെ അറിയുന്നത് സർക്കാർ അവധി പ്രഖ്യാപിക്കുമ്പോഴത്തേക്കാണ്. ഇപ്പോഴും അതും അറിയാതെ കുത്തിയില്ല, ഞായറാഴ്ച പോയത്. അങ്ങനെയൊക്കെ പോകാറ് അറിയുന്ന ആൾക്കാർ. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിന്റെ വരവ് അവൻ അറിഞ്ഞിരിക്കണം. എന്തിനറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയൽ നിർബന്ധമാണോ ചോദിച്ചാൽ നിർബന്ധത്തിന്റെ അറിവൊന്നുമല്ല, മറിച്ച് നമ്മൾ ചിലത് മനസ്സിലാക്കി വെച്ചിട്ട് വേണമല്ലോ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര തീരുമാനിക്കാൻ. മുഹറം മാസം എന്നുള്ളത് മറ്റ് മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാസമാണ്. മറ്റ് മാസങ്ങളിൽ നിന്ന് മുഹറം മാസത്തിന് പല പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. ഈ മാസം യുദ്ധം പാടില്ലാത്ത മാസമാണ്. അറബ് ലോകം എന്ന് മാത്രമല്ല, ലോകം ഇപ്പൊ യുദ്ധത്തിൽ ഇങ്ങനെ ആകെ കലുഷിതമായിരിക്കുന്ന സമയത്താണ് അല്ലെ. ഇസ്ലാം യുദ്ധം ചെയ്യാൻ പാടില്ലാത്തൊരു 4 മാസം പറ്റിയിട്ടുണ്ട്. ആ മാസം യുദ്ധം പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട മാനുഷികമായ മനുഷ്യന്റെ ഗുണങ്ങൾ പരിപാലിക്കേണ്ടുന്ന, മനുഷ്യത്വത്തിന് വില കൊടുക്കുന്നത് യുദ്ധം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ കടൽ തീരത്ത് UK യുടെ ബ്രിട്ടന്റെ ഒരു പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്.
ആ പ്ലെയിന്റെ പ്രത്യേകത എന്താണ്? അത് റഡാറുകൾക്ക് കണ്ടെത്താൻ പറയില്ല, പറ്റാത്ത നിൽക്കുന്ന നിലപ്പിൽ മുകളിലേക്ക് ഉയരാൻ പറ്റുന്ന, ഹെലികോപ്റ്റർ താഴ്ന്ന പോലെ നേരെ താഴത്തേക്ക് വരാൻ പറ്റുന്ന അത്യന്താധുനികമായ ഒരു പ്ലെയിനാണ്. ആത്യന്തികമായി അതെന്തിനു ഉപയോഗിക്കുന്നതാണ്? മനുഷ്യനെ കൊല്ലാനാണ്. നമ്മൾ പല രാജ്യങ്ങളുടെയും യുദ്ധോപകരണങ്ങളെ, അമേരിക്കയുടെ സ്റ്റെൽത്ത് ഫൈറ്ററുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്തിനാണിത്? ഇത് മനുഷ്യനെ കൊല്ലാനാണ്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിനുവേണ്ടി കോടിക്കണക്കിന് പൈസ മുടക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഏറ്റവും വലിയൊരു മാർക്കറ്റാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്താണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ 4 മാസം നിങ്ങൾ ആയുധം എടുക്കരുത്. മനുഷ്യത്വത്തിന്റെ വില ഇസ്ലാം പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു മാസം, അത് മാത്രമല്ല, അത് മുഹറം മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെതായ കുറെ പ്രത്യേകതകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. കഥ പറയാൻ ഏറെയുണ്ട്, ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല. അതില് ദുഃഖത്തിന്റെ കഥയുണ്ട്, പരീക്ഷണങ്ങളുടെ കഥയുണ്ട്, സന്തോഷത്തിന്റെ കഥയുണ്ട്, ശിക്ഷയുടെ കഥയുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ ആദം അലൈഹി സ്വലാം, ഓടിച്ചു പറഞ്ഞു പോകാനാണെങ്കിൽ ഇങ്ങനെ പോയിന്റ് മാത്രം വെച്ച് പറയാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിക്കപ്പെട്ട മാസം. സ്വർഗത്തിൽ നിന്നിട്ട് നിഷ്കാസിതനായി താഴത്തേക്ക് വന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം, സൂറ അൽ ബഖറ അത് പരാമർശിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് ഈ മാസമാണെന്നാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒമ്പിച്ച ലോകത്തെ ആകെ ഗ്രസിച്ച വലിയ ജലപ്രളയത്തിന് ശേഷം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹം കപ്പലിൽ രക്ഷപ്പെട്ട് ആ പ്രളയം ഒഴിഞ്ഞ് ജൂദി പർവ്വതത്തിൽ ആ കപ്പല് നങ്കൂരമിട്ടത് ഈ ഒരു മുഹറം മാസത്തിലായിരുന്നു എന്നാണ്. നമ്രൂദ്, ലോകം കണ്ട ഭീകരന്മാരായ ചക്രവർത്തിമാരിൽ, നദന്യാവൊന്നും അതിന്റെ മുമ്പിലൊന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. അത്ര ഭീകരനായ ചക്രവർത്തിയായ നമ്രൂദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലിട്ട് അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷിച്ച ദിവസം അത് ഈ മുഹറത്തിലാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ കൂട്ടത്തില് പുത്രവ്യത കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ അരുമ പുത്രനായിരുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതായി. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫിനെ തിരിച്ചു കിട്ടിയത് പിന്നീടുണ്ടല്ലോ. അങ്ങനെ ഈജിപ്തിലെ സിംഹാസനത്തിലെ രാജാവായിരിക്കുന്ന ആ ഒരു യൂസുഫിനാണല്ലോ പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു. ആ തിരിച്ചു കിട്ടൽ അത് ഈ മുഹറം മാസത്തിലായിരുന്നു. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടു പോയ പ്രവാചകൻ, അള്ളാഹു പ്രബോധനത്തിനായി അദ്ദേഹത്തെ നിയോഗിച്ച നീനവ എന്ന ദേശത്ത് നിന്നും അള്ളാഹുവിന്റെ അനുമതി കിട്ടാതെ ഈ പ്രവാചകൻ നാട് വിട്ടു എന്നാ കഥ നമുക്കറിയാം അല്ലെ. അങ്ങനെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങിയിട്ട് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ഖുർആൻ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഷജറത്തമ്മി യഖ്തീൻ, ഒരു പ്രത്യേകതരം ചെടിയൊക്കെ അള്ളാഹു അദ്ദേഹത്തിന്റെ പേരിൽ സംവിധാനിച്ചു കൊടുത്തു എന്നാണ്, കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു രക്ഷപ്പെടൽ നടന്നൊരു മാസം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു പരീക്ഷണത്തിന്റെ ഉദാഹരണമായി അവതരിപ്പിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ലോകത്തില്ല. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥ. ഒരാള് സമ്പന്നനായി സമ്പത്തിന്റെ പരകോടിയിൽ ആശ്രിതരോടൊപ്പം വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സങ്കല്പിക്കുക, ലോകത്തെ ഏറ്റവും വലിയ ഒരു പണക്കാരനെ സങ്കല്പിക്കുക. ആ ഒരു നിലയിൽ നിന്നും അദ്ദേഹത്തിന് ധാരാളം പുത്രന്മാരുണ്ട്, സേവകരുണ്ട്, പണമുണ്ട്, നാട്ടിൽ പ്രതാപമുണ്ട്. ഇതിൽ നിന്നെല്ലാം താഴത്തേക്ക് പോകണം. പിന്നെ ആ മനുഷ്യൻ പൈസ നഷ്ടപ്പെട്ടു പോയി, ആശ്രിതര് പോയി, മക്കള് പോയി, ഭാര്യമാര് വിട്ടുപോയി. ആകെ പിന്നെ ഒരു ഭാര്യ മാത്രം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ ആട്ടി ഓടിച്ചിട്ടു, എന്തോ മാറാവ്യാധി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതൊരു പരീക്ഷണമാണ്. ഇല്ലായ്മ ഒരു പരീക്ഷണമായിരിക്കുമ്പോഴും ഉള്ളതിൽ നിന്നും അല്ലെ, മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് വെച്ച് ഭവാൻ കൊടുത്തിപ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് ആ ടെൻഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പരീക്ഷണം അവസാനിച്ച ദിവസം അത് മുഹറത്തിലാണ്. ഞാൻ ഈ കഥയൊക്കെ ഇങ്ങനെ കഥയായി പറഞ്ഞു പോകല്ലോ കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് കഥ ഇങ്ങനെ പ്രവാചകന്മാരുടെ കുറെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചപ്പോഴത്തേക്കും അവരൊക്കെ രക്ഷപ്പെട്ടതായ കുറെ സംഗതി ഇങ്ങനെ കൂട്ടിയിട്ടെന്ന മുഹറത്തിന്റെ ഒരു പ്രത്യേകതയായി നിങ്ങളുടെ ഞാനിങ്ങനെ തള്ളിയതല്ല. ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റുന്ന സംഗതി തന്നെയാണ്, ഉള്ളത് തന്നെയാണെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റഹ്മത്തുള്ളാഹിന്റെ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നത്, ആ ചരിത്രമൊക്കെ വിട്ടേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ മദീനയിലെ ജൂതന്മാർ, മദീന മുനവ്വറിൽ ജൂതന്മാര് അവർ നോമ്പ് വെക്കുന്നുണ്ട് ആശൂറ ദിവസം. നബി അവിടെ വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ്, മദീനയിലെ ജൂതന്മാർ നോമ്പ് വെക്കാണ്.
ഈ ജൂത സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരുടെ ദിവ്യ സന്ദേശം ഏറ്റുവാങ്ങി അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തൊരു സമൂഹമായിരുന്നു ജൂത സമൂഹം. അവർ പിന്നീട് വഴിമാറി നടന്നു. പിന്നെ അവർ ഇന്നിപ്പോ ലോകത്ത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ക്രൂര സമൂഹമായി ആ സമൂഹം മാറിയിട്ടുണ്ട്. ആ ജൂതന്മാരുടെ മദീനയിൽ നബി വന്നപ്പോഴത്തേക്കും അവർ നോമ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യക്ഷ ചര്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്ലി കിതാബുകാരോട്, ജൂത ക്രിസ്ത്യാനികളോട് എതിരായി നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്, ഇസ്ലാമിന്റെ ഒരു ഷിയാറാണ്, ഇസ്ലാമിന്റെ ഒരു അടയാളാണ്. ജൂതനും ക്രിസ്ത്യാനി എങ്ങനെയാണോ അങ്ങനെയാവില്ല നമ്മൾ. ഇസ്ലാമിന്റെ പ്രഖ്യാപിത നിലപാടാണ്. ജൂതനും ക്രിസ്ത്യാനിയും എങ്ങനെയാണ്, അവരുടെ ഏത് സ്റ്റൈൽ, ആരാധന മാത്രമല്ല, ഈവൻ ലൈഫ് സ്റ്റൈലിൽ പോലും. ഇപ്പൊ താടി മീശയെ കുറിച്ച് റസൂലിനോട് ചോദിച്ചല്ലോ. താടി മീശ എന്തിനാണ് താടി വെക്കണം മീശ വെട്ടണം എന്ന് പറയാൻ കാരണം? ജൂതൻ നേരെ തിരിച്ചായിരുന്നു. ജൂതന് താടി വേണ്ട, മീശ മതിയായിരുന്നു. അപ്പൊ നബി പറഞ്ഞു, ഞാൻ അവരെ പോലെ ആവില്ല, ഞാൻ താടി വളർത്തും, ഞാൻ മീശ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കും. ഇങ്ങനെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ജൂതൻ ചെയ്യുന്നതിന് നേരെ വിപരീതം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഇപ്പൊ ജൂതനും നബി ഒന്നിച്ച് ഒരേ ദിവസം നോമ്പായി. ഇതാകെ പ്രശ്നമില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സഹാബികൾ എന്താ റസൂലെ അവര് നോമ്പ് വയ്ക്കുന്നുണ്ടല്ലോ, ഹാദൽ യൗം അല്ലെ, ഈ ദിവസത്തിൽ ജൂതന്മാര് നോമ്പ് വയ്ക്കുന്നുണ്ട് റസൂലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു. അതെന്താ നിങ്ങൾ ഈ സമയത്ത് നോമ്പ് വയ്ക്കാൻ കാരണം? നബി തിരുമേനി ഈ സമയത്ത് നോമ്പ് വയ്ക്കുന്നുണ്ട്, കാരണം ഇത് മക്കയിൽ തുടങ്ങിയ നോമ്പാണ്. നമ്മൾ കണ്ടു ഇസ്ലാമിൽ അള്ളാഹു ആദ്യമായി നോമ്പ് നിർബന്ധമാക്കിയത് മുഹറം 10 നോമ്പാണ്. ഈ മുഹറം 10 ചരിത്രം പരിശോധിച്ച് പോകുമ്പോൾ വേറൊരു രസമുണ്ട്. ജാഹിലി കാലത്ത് അറബികൾ നോമ്പ് വെക്കാറുണ്ടായിരുന്നു. ഇസ്ലാമൊക്കെ ലോകത്ത് വരുന്നതിന് മുമ്പ് ജാഹിലി കാലത്ത് അറബികൾ നോമ്പ് വെക്കാറുണ്ടായിരുന്നു. അവർക്കത് അവിടെ എന്താ പാരമ്പര്യം കിട്ടിയത്? അത് ഇബ്രാഹിമി പാരമ്പര്യമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെയും ആചരിച്ചു വന്നൊരു നോമ്പ്, അത് മുഹറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് ഊറ്റം കൊണ്ടിരുന്ന മക്കയിലെ ജാഹിലി കാലത്തെ അറബികൾ അവരാ നോമ്പ് വെച്ചിരുന്നു. ഇസ്ലാം വന്നപ്പോഴത്തേക്ക് ഇസ്ലാമിൽ റസൂലിനോടും അള്ളാഹു നോമ്പ് വെക്കാനായി കൽപ്പിക്കുന്നത്. ആ മദീന വന്നു ജൂതന്മാർ നോമ്പായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനായി നോമ്പ് വെച്ചത്? അപ്പൊ അതിന് ജൂതന്മാർ പറഞ്ഞ മറുപടി, അൽഹറല്ലാഹു ഫീഹി മൂസ വബനി ഇസ്രായീൽ അലാ ഫിർഔൻ. അന്നാണ് അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും ബനു ഇസ്രായേലിനും ഫറോവയുടെ മേൽ ജയം കൊടുത്തത്. അപ്പൊ ഫറോവ തോറ്റ് തുന്നം പാടിയ ദിവസമാണിത്. ഈ മുഹറം 10 മദീനയിലെ ജൂതന്മാര് പറയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നഹ്നു നസൂമുഹു തഅലീമല്ലഹു. ആ ദിവസത്തിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകനായ മൂസ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കണ്ടിട്ട് നോമ്പ് വെച്ചല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ആ നോമ്പ് വെക്കുകയാണ്, അതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അത്രയും അതുവരെയും ജൂതനോട് വിയോജിച്ചു കൊണ്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? ആ നോമ്പെന്ന പിറ്റേ മുതൽ ഞാൻ വെക്കുന്നില്ല എന്നല്ല നബി, നിങ്ങൾ വെക്കുന്ന പിന്നെ ഞാൻ ആ നോമ്പ് വെക്കുന്നില്ല എന്നല്ല നബി പറഞ്ഞു. റസൂൽ അവിടെ നിന്ന് മറിച്ചൊരു പ്രഖ്യാപനം നടത്തി. നഹ്നു ഔലാ ബി മൂസാ മിൻകും. നിങ്ങളെക്കാൾ മൂസയുമായി അർഹതയുള്ളത് എനിക്കാണ്. നിങ്ങളെന്ത് മൂസന്റെ ആൾക്കാരാണ്, നിങ്ങൾ മൂസന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് മൂസയെ ആരാധിക്കാൻ നിൽക്കുന്നവരല്ലേ? നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന തൗറാത്തിനെ വലിച്ചെറിഞ്ഞ് തൽമൂദ് നിങ്ങളുടെ വേദഗ്രന്ഥമാക്കിയ ആളുകളല്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരുന്ന സകല നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും കാറ്റിൽ പറത്തിയവര്. നിങ്ങൾക്കും മൂസയ്ക്കും തമ്മിൽ എന്ത് ബന്ധം? മൂസയ്ക്ക് ബന്ധം എന്നോടാണ്, ഞാനും മൂസയുമായിട്ടാണ് ബന്ധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും സഹാബികളോട് പിന്നെ പറയുന്നുണ്ട്, ഫാമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൗമി. ജൂതന്മാര് വെക്കുന്നത് കണ്ട് നിങ്ങൾ നോമ്പ് വെക്കാതിരിക്കണ്ട, നിങ്ങൾ ആ നോമ്പ് വെച്ചോളി എന്നുള്ളതാണ്. അതായത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പിലൂടെ അടിവരയിട്ട് പറയുന്ന ഒരു സംഗതി വിശ്വാസത്തിന്റെ ബന്ധത്തെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള ബന്ധം, ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബികൾ ഇബ്രാഹിമിന്റെ പൈതൃകം അവകാശപ്പെട്ടപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നോമ്പ് ആ സമയത്ത് ഫർളാക്കി ഇങ്ങനെ കൊടുത്തിട്ടല്ല, ഇബ്രാഹിമിന്റെ പൈതൃകം നിങ്ങൾക്കാണ്. മദീനയിൽ വന്നപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൈതൃകം ജൂതന്മാർ അവകാശപ്പെടുമ്പോഴത്തേക്കും റസൂൽ അവർ തിരുത്തിയിട്ട് പറയുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൈതൃകം നിങ്ങൾക്കല്ല, അത് ഞങ്ങൾക്കാണ്. പ്രവാചകന്മാർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ബന്ധം. ബുഖാരിയിൽ വേറൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകന്മാർ തമ്മിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ ആ ബന്ധത്തെ കുറിച്ച് നബി പറയുന്നത്, അൽ അംബിയാഉ ഇഖ്വത്തുൽ ലിഅല്ലാത്ത്. നബിമാരെന്ന് പറഞ്ഞാല് ഒരൊറ്റ പിതാവിന്റെ മക്കളാണ്. ഇത് സാങ്കല്പികമായ നിലക്ക് പറയട്ടെ, എന്താ പറയുക, ഒരു ആലങ്കാരിക ഒരു പ്രഖ്യാപനമാണ്. അല്ലാതെ എല്ലാ പ്രവാചകന്മാരുടെയും വാപ്പ ഒന്നും നടത്തത്തില്ലല്ലേ.
പ്രവാചകന്മാരുടെയൊക്കെ ഉമ്മ വേറെ, വാപ്പ ഒന്ന് ഉമ്മ വേറെ, അങ്ങനെയുണ്ടല്ലോ. ഒരു വാപ്പ കുറെ ഉമ്മമാര്, അങ്ങനെ അതിനാണ് അല്ലാത്തെന്ന് പറയുക. അപ്പൊ പ്രവാചകന്മാരെന്ന് പറഞ്ഞാല് ഒറ്റ വാപ്പയില് പല ഉമ്മമാർക്ക് ജനിച്ച ആളുകളാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസത്തെ കുറിച്ച് റസൂൽ അതിന്റെ വിശദീകരിക്കണം. ദീനുഹും വാഹിദ്. ഈ ഒറ്റ പിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെയൊക്കെ ദീനൊന്നാണ്. ദീൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് എന്താ ദീനുണ്ടല്ലോ, ആ ദീൻ, അതായത് അള്ളാഹുൽ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ, കിതാബുകളിൽ, വേദഗ്രന്ഥം, ഇങ്ങനെ ആ വിശ്വാസം ഈമാനിയാത്തുമായി ബന്ധപ്പെട്ട ആ സംഗതി അതൊന്നാണ്. അതിലൊരു പ്രവാചകനും വ്യത്യാസമില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ആദർശാടിത്തറ ഒന്നാണ്. ആ ആദർശ അടിത്തറയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുഹും വാഹിദ് വ ഉമ്മഹാതുഹും ശത്താ. അവരുടെ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തുകൾ വ്യത്യസ്തമാണ്. ശരീഅത്തുകൾ നമ്മളിപ്പോൾ നിസ്കരിക്കുന്നുണ്ട്, ജുമാ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലിന് ഈ വെള്ളിയാഴ്ച ആയിരുന്നില്ല നിസ്കാരം, ശനിയാഴ്ച ആയിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് അത് ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ശരീഅത്തുകൾ വ്യത്യാസം വരുന്നുണ്ട്, നിയമത്തിലടക്കം. അത് ആരാധനാ വിഷയത്തിൽ മാത്രമല്ല. ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്ക് 2 സഹോദരിമാരെ ഒന്നിച്ച് കല്യാണം കഴിക്കായിരുന്നു, ഏട്ടത്തെ അനിയത്തെ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ. നമുക്കത് പറ്റില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നിയമമായിരുന്നു. അപ്പൊ ആ നിയമങ്ങൾക്ക്, ശരീഅത്തുകൾക്ക് വ്യത്യാസമുണ്ട്. നിയമപുസ്തകങ്ങൾ വ്യത്യസ്തമാണ്. ഉമ്മഹാത്തുഹും ശത്താ. അവിടെ ഉമ്മമാര് പലതാന്നേ ഉള്ളൂ, പക്ഷെ ദീനി അടിത്തറ എന്നുള്ളത് ഒന്നാണ്. അതുകൊണ്ട് ജനങ്ങളെ അറിഞ്ഞു വെക്കുക. നേരത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള ബന്ധത്തെ അടിവരയിട്ട് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം ഈ പാരമ്പര്യത്തെ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആ പാരമ്പര്യത്തിന്റെ ബന്ധം ഇവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമുമായി നബി പറയുന്നു, മറിയവുമായിട്ട് എനിക്കാണ് ഏറ്റവും വലിയ ബന്ധമുള്ളത്. എനിക്കും അദ്ദേഹത്തിനും ഇടക്ക് ഒരു നബിയും വേറെ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുഹറത്തിന്റെയും പ്രവാചകന്മാരുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ബന്ധം ഇങ്ങനെ പറയും. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു ദിവസം ഞാൻ ഇന്ന് കൂടുതൽ പ്രഥമമായി പറയുന്ന ഒരു സംഗതി വെച്ചാൽ ആശൂറ ദിനത്തിലെ നോമ്പിനെ കുറിച്ചിട്ടാണ്. ആശൂറ ദിനത്തിലെ നോമ്പ് വിട്ടുകളയും, താസുവായിലെ നോമ്പ് വിട്ടുകളയും. ശനി ഞായർ എന്നുള്ള നോമ്പ് വെക്കണം. ആ നോമ്പിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായില്ല. ഇത് പ്രവാചകന്മാരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ഒരു പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു നോമ്പാണ്. നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളെ പൊറുപ്പിക്കുന്ന ഒരു നോമ്പാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിയുമ്പോൾ ചരിത്രത്തിൽ കുറേയേറെ ഗുണപാഠങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന, ഫറോവയൊക്കെ മുക്കിക്കൊന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അല്ലേ, ആ ഒരു നിലക്ക് അപ്പൊ ആ ഒരു ബന്ധം, ആ ഒരു അറിവ്, ആ ഒരു തിരിച്ചറിവ് ആ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ടിടുന്ന കുറെ പാഠങ്ങൾ, ഇങ്ങനെ കുറെ സംഗതികൾ ആ വിഷയത്തിലുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ഈ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണെന്ന് മനസ്സിലാക്കി ഇത് വെക്കാനായി ഇന്ന് തന്നെ നിയത്തിയായി. ഇന്ന് നിയത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിലെ നോമ്പിന്റെ നിയത്ത് വെക്കണ്ടേ, ഇന്ന് നിയത്ത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ നടത്തിലല്ല, പക്ഷെ അത് വെക്കണമെന്നൊരു തീരുമാനം ഉണ്ടല്ലോ. നാളെയും മറ്റന്നാളും നോമ്പുകാരായിട്ടല്ലാതെ നമ്മൾ പുറത്തിറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സൽക്കർമ്മങ്ങളും ആവോളം വാരിക്കൂട്ടി പുണ്യം നേടാൻ, അങ്ങനെ സ്വർഗം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, കരുണാവാരിധിയായ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ജീവിതത്തിലുടനീളം തഖ്വ മുറുകെ പിടിക്കണം. ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയനായൊരു വ്യക്തിത്വമാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു പരാമർശിച്ചത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഒരു പ്രവാചകനെയും കൂടെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് ചരിത്രകാരന്മാര് ഹാറൂൻ നബിയെ കുറിച്ച് പറയും. വിശുദ്ധ ഖുർആനിൽ ഈ 2 പ്രവാചകന്മാരോടും ഒരേ സമയത്ത് അള്ളാഹു സംബോധന ചെയ്യുന്നുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ.
ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യദ്ദക്കറു ഔ യഖ്ശ. നിങ്ങൾ രണ്ടാളും ഫറോവയുടെ അടുക്കലേക്ക് പോവുക. രണ്ടുപേരും, മൂസ, ഹാറൂൻ, നിങ്ങൾ രണ്ടാളും ഫറോവയുടെ മുമ്പിലേക്ക് ചെല്ലുക. എന്തുകൊണ്ടെന്നാല് ഫറോവ പരിധി വിട്ടിട്ടുണ്ട്. ഫറോവ ഇന്നഹു തഗ, എല്ലാ തിന്മയ്ക്കും ഉണ്ടല്ലോ ഒരു പരിധി. ആ പരിധിക്കപ്പുറത്തെത്തിയിരിക്കുന്നു ഫറോവ. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം എന്നുള്ളത് നിങ്ങൾ ഫറോവയുടെ മുമ്പിൽ പോകണം. പരിധി വിട്ട ഫറോവയോടും ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മാന്യമായി സംസാരിക്കണം. പരിധി വിട്ട ഫറോവയോട് നിങ്ങൾ മാന്യമായി സംസാരിക്കണം. സംസാരത്തിന്റെ മാന്യതയെ കുറിച്ചിട്ട് പ്രബോധന വീതിയിൽ പ്രവർത്തിക്കേണ്ടുന്ന സ്വഭാവത്തെ സംബന്ധിച്ച് അള്ളാഹു പ്രവാചകന്മാരെ പഠിപ്പിക്കുകയാണ്. നമ്മളത് ഉണ്ടാവണം. എത്ര മര്യാദ കെട്ട ഒരു സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒരു സംസ്കാരമില്ല. ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ, ഇൻസ്റ്റ നോക്കുമ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട പല വ്യക്തികളുടെ കഥകളാണ് പറയുന്നത്. അവരെഴുതുന്ന കമന്റുകൾ പൊതുസമൂഹത്തിൽ അവർ പറയാത്ത കമന്റുകളാണ്. അപ്പൊ സംസ്കാരം എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് തിരിച്ചു മടങ്ങണം. നമ്മൾ തെറി പറയുന്നവനാവട്ടെ, തെറി പറയുന്നവനെ തെറി കൊണ്ട് തിരിച്ച് പ്രതികരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. ഖൗലൻ ലയ്യിന, മാന്യമായി വേണം അവരോട് സംസാരിക്കാൻ. തെറി പറയുന്നവനോട് തിരിച്ചു തെറി പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെറി, നമ്മളെക്കാൾ വലിയ സ്റ്റോക്ക് അവന്റെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ വിലയ്ക്ക് കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. പക്ഷെ മാന്യമായി സംസാരിക്കുകയാണെങ്കിൽ അതവന്റെ ചിന്തയെ ഉദ്ദീപിക്കും. അതുകൊണ്ട് ഖുർആൻ പറയുന്നു ലഅല്ലഹു യദ്ദക്കറു ഔ യഖ്ശ, ഒരു പക്ഷേ ഫറോവ ഗുണപാഠം ഉൾക്കൊണ്ടേക്കാം. ഫറോവ ഒരു പക്ഷേ നിന്റെ ഈ മയത്തിലുള്ള സംസാരം കണ്ട് അള്ളാഹുവിനെ പേടിച്ചേക്കാം. പക്ഷെ ഫറോവയുടെ അവസ്ഥ അള്ളാഹു ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുമ്പോഴും നമുക്കറിയാം ഫറോവ എന്തായിരുന്നു എന്നുള്ളത്. ഫറോവയെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും അസ്സലാമു ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫറോവയോട് ഈ മാന്യമായി സംസാരം നടത്തുമ്പോൾ ഫറോവ അവരോട് തിരിച്ചു പറഞ്ഞത് മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഞാനല്ലാത്ത മറ്റൊരു ദൈവത്തെയും എനിക്കറിയില്ല എന്നുള്ളതാണ്. ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ ചില ആധുനിക ഫറോവമാരുണ്ടല്ലോ. ഞാനാണ് ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത്, ഞാനാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തിയത്, ഞാനാണ് ഇപ്പൊ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഫറോവമാർ നമ്മുടെ ചുറ്റും ഉള്ളപ്പോഴും മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും വലിയ ഫറോവയോട്, ആ സമയത്ത് ഏറ്റവും മാന്യനായ മനുഷ്യനോട് അള്ളാഹു നിർദ്ദേശിച്ചത് മാന്യമായി സംസാരിക്കാനാണ്. അപ്പൊ ആ മാന്യതയുടെ സംസാരം ഏത് അക്രമിയുടെ മുമ്പിൽ നിന്നിട്ടായാലും വിശ്വാസി പറയേണ്ടത് മാന്യമായ സംസാരമാണ്. പ്രവർത്തനവും മാന്യമായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടിക്ക് തിരിച്ചടി കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ കൂടുതൽ ചെയ്യരുത്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, എത്രയാണോ അവിടെ നിന്ന് കിട്ടിയ തിന്മ, എത്രയാണോ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രശ്നം, തത്തുല്യമായി തിരിച്ചു കൊടുത്തു. 100 ഫൈറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അങ്ങോട്ടിടുന്ന മിസൈലിന്റെ എണ്ണത്തിന് അളവുണ്ടാകണം എന്ന് അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. വലിയ പാഠങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, മുഹറത്തിലെ നോമ്പും ഒക്കെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് ചെങ്കടലിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ ഫറോവ മുങ്ങിച്ചത്തതുപോലെ ആധുനിക ഫറോവമാർക്കൊക്കെ അള്ളാഹു ചെങ്കടൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗസയിൽ അതിന്റെ ആളുകളുണ്ട്. ഗസയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ മൂസ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. മൂസയുടെ കൂടെ കൂടാൻ എന്ന് അറബ് ലോകത്തുനിന്ന് ഒരു ഹാറൂൻ രംഗത്തേക്ക് വരുന്നു, അന്ന് നെതന്യാഹു എന്ന പുതിയ ഫറോവ ചെങ്കടലിൽ മുങ്ങും. അമേരിക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോക പോലീസ് എന്ന് സ്വയം വിളക്കുന്ന അവിടെയുള്ള മറ്റൊരു ഫറോവ അതിനെ തകർക്കാനുള്ള മൂസമാരെ അള്ളാഹു ആ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മൂസമാര് പലയിടത്തും ഉദയം കൊള്ളുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മൂസമാരാവുക നമ്മൾ, നമ്മുടെ നാട്ടിലെ ഹാറൂന്മാരാവുക നമ്മൾ. വിജയം നമുക്കുള്ളതാണ്. ഇസ്ലാമിന്റെ വഴിയെ പോവുക എന്നുള്ളതാണ് അതിന് അള്ളാഹു വെച്ചിരിക്കുന്ന ഉപാധി. ആ ക്വാളിറ്റി നേടിയെടുക്കുക എന്നുള്ളതാണ്, ആ സ്വഭാവത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ധർമ്മസമരങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, പല പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ധാരാളം പാപങ്ങളുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവേ, വരുന്ന ദിനരാത്രങ്ങൾ അള്ളാഹുവേ, മുഹറത്തിൻ്റെ 9-ന്റെയും 10-ന്റെയും ഒക്കെ ദിവസങ്ങൾ അത് നല്ല നിലയ്ക്ക് നോമ്പെടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹിക്കണമേ നാഥ. ആ നോമ്പുകൾ സ്വീകരിക്കണമേ അല്ലാഹുവേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ പല നന്മകളും അതൊക്കെ കുറ്റവും കുറവുമുള്ള നന്മകളാണ്. അതിൻ്റെ കുറ്റവും കുറവും നോക്കാതെ നീ സമ്പൂർണ്ണമായി അത് ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ തലമുറകളെ നീ സംരക്ഷിക്കണേ അല്ലാഹുവേ. എല്ലാവിധ കെടുതികളിൽ നിന്നും
ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.